ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള പെൺകുട്ടിയാണോ? യാത്രക്കിടയിൽ സുരക്ഷിതത്വം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്ക് ധൈര്യമായി യാത്ര ചെയ്യാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ഒന്നറിഞ്ഞാലോ? ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ സോളോ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോകുന്നവരുമുണ്ട്. പോകാൻ ആഗ്രഹമുണ്ടായിട്ടും സുരക്ഷയെ കരുതി പോകാൻ കഴിയാതെ പേടിച്ചു നിൽക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി സന്തോഷത്തോടെ സോളോ ട്രിപ്പ് ചെയ്യാനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വയം കണ്ടെത്താനും ഇത്തരം യാത്രകൾ സഹായിക്കും. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. കൃത്യമായ പഠനവും മികച്ച തയ്യാറെടുപ്പുമുണ്ടെങ്കിൽ യാത്ര കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമാക്കാൻ കഴിയും. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നന്നായി പഠിക്കുക. അവിടുത്തെ നിയമങ്ങൾ, കൾച്ചർ, ഭൂമിശാസ്ത്രം എന്നിവ മനസ്സിലാക്കുക. യാത്രാ അറിയിപ്പുകൾ, സുരക്ഷാ റേറ്റിംഗുകൾ, അവിടുത്തെ പ്രാദേശിക വുമൺ ഫോറങ്ങൾ എന്നിവ പരിശോധിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ കുറിച്ചെടുക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, വിദേശത്താണെങ്കിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ, പ്രാദേശിക ഹെൽപ്പ് ലൈനുകൾ എന്നിവയുടെ നമ്പറുകൾ കയ്യിൽ കരുതുക. താമസ സ്ഥലം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് യാത്രകൾ കൂടുതൽ എളുപ്പമാക്കും. വിശ്വസ്തതയുള്ള ആപ്പുകൾ വഴി നല്ല താമസ സ്ഥലം കണ്ടെത്തുക. വെളിച്ചമുള്ളതും ആളുകൾ കൂടുതലുള്ളതുമായ സ്ഥലങ്ങളിൽ റൂം എടുക്കുക. ഒപ്പം താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമായ രീതിയിൽ വാതിൽ പൂട്ടാനുള്ള സൗകര്യം, CCTV, 24 മണിക്കൂറും ആക്റ്റീവായി റിസപ്ഷൻ എന്നിവയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. യാത്രാമാർഗം തിരഞ്ഞെടുക്കാനായി വിശ്വസനീയമായ ടാക്സി ആപ്പുകൾ, പൊതുഗതാഗത ആപ്പുകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുക. ട്രെയിൻ, ബസ് എന്നിവയുടെ സമയക്രമം, ടിക്കറ്റ് നിരക്ക് എന്നിവ മനസ്സിലാക്കുക. ഒപ്പം പരിചയമില്ലാത്ത ആളുകളുടെ വാഹനങ്ങളിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ യാത്രാ വിവരങ്ങൾ അടുത്തുള്ള സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്നത് നല്ലതാണ്. ഓരോ ദിവസവും സുരക്ഷിതമാണെന്ന് അവരെ അറിയിക്കുന്നത് ശീലമാക്കിയാൽ പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിച്ചേക്കും. യാത്രകൾക്കുള്ള പാക്കിംഗ് കൂടി ശ്രദ്ധിക്കണം. കുറഞ്ഞ ഭാരം, കൂടുതൽ സുരക്ഷ എന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. സ്വന്തമായി എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്യുക. എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്ന ബാക്ക് പാക്കുകൾ ഉപയോഗിക്കുക. സുരക്ഷാ ഉപകരണങ്ങൾ കയ്യിൽ കരുതാനും മറക്കരുത്. കുരുമുളക് സ്പ്രേ, വിസിൽ, പേഴ്സണൽ സേഫ്റ്റി അലാം എന്നിവ കരുതുക. പവർ ബാങ്ക് എടുക്കാനും ഓർക്കുക. ഹോസ്റ്റൽ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ ലോക്കുകൾ കയ്യിൽ കരുതാവുന്നതാണ്. യാത്രകൾക്കിടയിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. മരുന്ന്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, കുടിവെള്ളം എന്നിവ എപ്പോഴും കയ്യിൽ കരുതുക. ഹെൽത്ത് റിലേറ്റഡ് റിമൈൻഡറുകൾ നൽകുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും നല്ലതാണ്. ഡിജിറ്റൽ മണിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നത്. എങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് ലിക്വിഡ് മണി കയ്യിലുണ്ടാകുന്നത് നന്നാകും. പണത്തിനൊപ്പം കാർഡ്, ഡിജിറ്റൽ വാലറ്റ് എന്നിവ കരുതുക. അത്യാവശ്യത്തിനുള്ള പണം രഹസ്യമായി തന്നെ കയ്യിൽ സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനിടെ ചിലർ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പരിചയപ്പെടുന്നവരോട് സോളോ ട്രാവലർ ആണെന്ന് പറയുന്നത്. പുതിയൊരു സ്ഥലത്ത് പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ആരോടും പറയാതിരിക്കുക. സുഹൃത്തുക്കൾ വരാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസ്യത കൈവന്നതിന് ശേഷം മാത്രം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഫോൺ എപ്പോഴും ചാർജ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം. വാട്സപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അടിയന്തര നമ്പറുകൾ സ്പീഡ് ഡയൽ ഇടുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. നിരവധി സേഫ്റ്റി ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. പോകുന്ന സ്ഥലം അനുസരിച്ചുള്ള സേഫ്റ്റി ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. സേഫ്റ്റി പിൻ, ബി സേഫ്, ഷീറോസ്, പോലീസ് SOS തുടങ്ങിയ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം. സുരക്ഷിതമായ സാമൂഹിക ഇടപെടലുകൾ കൂടി ശ്രദ്ധിക്കണം. ദുരൂഹ സാഹചര്യങ്ങളിൽ അധികം ഫ്രണ്ട്ലി ആവാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ച് ആരോടും സംസാരിക്കാതെ നടക്കണമെന്നല്ല. പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് ഭക്ഷണമോ ഡ്രിങ്ക്സോ ഒന്നും സ്വീകരിക്കരുത്. അപകടം മണത്താൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുക. വിശ്വസനീയമായ ടാക്സികൾ മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായി മാപ്പുകൾ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിലാസം, അടുത്തുള്ള ഹോസ്പിറ്റൽ, എംബസി എന്നിവയുടെ വിലാസം തുടങ്ങിയ വിവരങ്ങൾ ഫോണിൽ സൂക്ഷിക്കുക. പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, ടിക്കറ്റ്, ഇൻഷുറൻസ് എന്നിവയുടെ കോപ്പികൾ ഇമെയിലിൽ കൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഫയലുകളും മൊബൈൽ ഫോണും നഷ്ടമായാലും ഒരു ഇന്റർനെറ്റ് കഫേയിൽ നിന്നോ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്നോ മെയിൽ ID വഴി ഈ വിവരങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. വില കൂടിയ ആഭരണങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം കൊണ്ടുള്ള മാലയും കമ്മലും ഒക്കെ യാത്രകളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്.
പ്രാദേശിക ഭാഷ ചെറിയ രീതിയിൽ പഠിക്കുന്നതും നല്ലതാണ്. ഭക്ഷണം അന്വേഷിക്കാനും ഹെൽപ്പ് ചോദിക്കാനും പോലീസ് സഹായം തേടാനും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കുമുള്ള ബേസിക് വാക്കുകൾ പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെട്ടേക്കും. ഇത് എല്ലാ സ്ഥലത്തും പ്രായോഗികമല്ല. എല്ലാ ഭാഷയും എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഈ മാർഗം നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് ആപ്പുകളുടെ സഹായം തേടാം. ChatGPT പോലുള്ളവയുടെ സഹായവും ഉപയോഗിക്കാം. അതുപോലെ യാത്രകൾക്കിടയിൽ നിങ്ങൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി വയ്ക്കുന്നതും നല്ലതാണ്. സോളോ ട്രിപ്പിനിടെ മദ്യപിച്ച് കൺട്രോൾ പോയാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് തിരിച്ചറിയണം.